സ്പീഡിൽ നമ്മൾ ഇവിടം വരെ എത്തിയിട്ടോ. എന്തോ ദിവസം അയച്ചിട്ട് ഇവിടം വരെ സേഫ് ആയിട്ട് എത്തിയത്. രക്ഷപ്പെട്ടു. ഇനി ആ വഴി തന്നെ പോകാൻ പറ്റുമോ? ഇനി വെറുതെ പ്രശ്നമോ? ദൈവത്തിനറിയാം. നിങ്ങൾ എന്തിനാ പേടിക്കണേ? ഞാനില്ലേ കൂടെ. നമ്മൾ ആ വഴി പോണ പ്രശ്നമില്ല. ഇടി വരുമ്പോ തന്നെ ഞാൻ പ്രശ്നമില്ല. എനിക്ക് 1 2 3 എനിക്ക് വേണ്ട. 3 ആയിത്തെ സർ. ചൂടാ നോക്കി തൊണ്ടർണ നല്ലായിരിക്കും. हेलो भाई लोग, how many kilometers to Belgaum? വാഴക്കുളത്തേക്ക് നീ പറയാ. ബെൽഗാം. എടാ കാല് വിടർത്ത് അടിയിൽ നിലത്ത് 84. Thank you. ശരി ശരി. അവര് മലയാളി സാറാ. ആടാ കേല്. വണ്ടി പിടിക്കണ, വട്ടം വെക്കണ. ആ വണ്ടിയല്ലേ പിടിക്കണ. നിർത്തണ വണ്ടി. ഇറങ്ങി വാടാ, ഒന്ന് തപസ്സിക്കൊള്ളി. കൊച്ചു നോക്കി മോളെല്ലാം സേഫാ. ചവിട്ടിക്കോ 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 പിടിച്ചോ. എമർജൻസി എമർജൻസി. Call doctor. Hey sister, please help. Sister, please take them fast. Please. മെഡിസിൻ. ഒരു നിമിഷം കുട്ടിയെ. സിസ്റ്റർ. നോ റൈവറ്റ്. മച്ചന്മാരെ, ടെന്റ് പരിപാടി ഇവിടെ എവിടെയെങ്കിലും പിടിക്കേണ്ടി വരും കേട്ടോ. എന്തുപറ്റി? കാശൊക്കെ ഹോസ്പിറ്റലിൽ തീർന്നില്ലേ? അടിപൊളി. എന്താ കഴിഞ്ഞ എടാ ഒരു കർണാടക അടിച്ചു. എടാ നീ ചാർലിയും കൂടി ഇപ്പൊ ടെന്റ് അടിച്ചിട്ടുണ്ടായിരുന്നോ? എന്റെ അളിയ ഇതൊക്കെ എന്ത്? അന്ന് ഞാൻ ചാർലിയുടെ കൂടെ പോയ യാത്ര ഉണ്ടല്ലോ. ഒരു 5000 സ്ക്വയർ ഫീറ്റിന്റെ ടെന്റ് ആയിരുന്നു. അല്ലാണ്ട് എന്താ പറയാ. ടെന്റ് ഒന്നൊന്നുമല്ല മച്ചാനെ, യാത്രന്റെ പൊളിയാണ്. ഞങ്ങൾ ട്രിപ്പ് പോകുമ്പോ റൂം എടുക്കല് പരിപാടി ഒന്നും ഇല്ല, മനസ്സിലായില്ലേ? മൂത്രമൊക്കെ എങ്ങനെയുണ്ടാ? എവിടെയെങ്കിലൊക്കെ പോവും. ചിലപ്പോ പറമ്പ് കയറും, ഡാം പോവും, അങ്ങനെയൊന്നുമില്ല. എവിടെയെങ്കിലും പരിപാടി നടത്താൻ മതിയല്ലോ. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ കൂട്ടത്തില് ചാർലിയുടെ കൂടെ കമ്പനി അടിക്കുമ്പോ മാത്രം ഉണ്ടായുള്ളൂ. ഞങ്ങളിപ്പോ എന്താ മഴ പെയ്തപ്പോ വീണാണോ? Beautiful. അമ്മോ, ഇത്രയും കലക്കം വ്യൂ ആയിരുന്നു. കലക്കൻ സ്പോട്ടല്ലേ? ഇന്നലെ റൂം എടുക്കാൻ നന്നായി. എടാ ജോബേ, നോക്കിയേ എന്താ മല. Wow. ഡാമൊക്കെ ഗിറ്റാർ വയ്ക്കാൻ പോണോ? അവരുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നല്ല രസമായിരിക്കില്ലേ? ബാക്ക്ഗ്രൗണ്ടിലേക്ക് മല കുന്നൊക്കെ. ആക്സിഡന്റ് പേപ്പറില് നോക്ക്, ഉള്ളില് ഇതാ കണ്ടോ? Youngsters caught carjacking gangsters. ഇത് സീന് വേറെയാണ്. എടാ ഇത് ഇന്നലെ നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്തില്ലേ? ആ ആക്സിഡന്റ് ക്രിയേറ്റഡ് ആയിരുന്നു. നമുക്ക് വേഗം പോവാം. എനിക്ക് ആ കാറ് മാറ്റുന്നതിന് മുമ്പ് ലൈവ് പോണം. വാ.
ഹലോ ഹലോ, ഇന്ന് അത്ര ഒരു ഗുഡ് മോർണിംഗ് അല്ല. കണ്ടത് ഈ കാർ ഇന്നലെ ഭോപ്പാൽ എത്തുന്നതിന് മുമ്പ് ഒരു 60 കിലോമീറ്റർ ഇപ്പുറത്ത് റോഡിൽ ആക്സിഡന്റ് ആയതാണ്. ഒരു കുട്ടി ഉൾപ്പെടെ 3 പേരാണ് ഈ കാറിലുണ്ടായിരുന്നത്. ഖജുറാവിലേക്ക് പൊക്കൊണ്ടിരുന്ന ഞങ്ങള് ഡാഡാ ഇവിടെ വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട്. ഇന്നലെ ഞങ്ങൾ ഈ ആക്സിഡന്റ് പറ്റിയ ആൾക്കാർ ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നു. ഭാഗ്യത്തിന് അവരെല്ലാരും സേഫ് ആണ്. പക്ഷെ ഞങ്ങൾ ഇവിടെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴാണ് അവർ ഞെട്ടിക്കുന്ന ഒരു സത്യം അറിഞ്ഞത്. ഈ ആക്സിഡന്റ് ക്രിയേറ്റഡ് ആയിരുന്നു എന്ന്. ഹാബിച്വൽ ഹൈവേ ഒഫൻഡേഴ്സ് ആയിരുന്നു ഇതിന്റെ പിറകിലുണ്ടായിരുന്നത്. കണ്ടോ, ഇന്നിവിടെ എല്ലാം വലിയൊരു വാർത്തയാണ്. അപ്പൊ ഞങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ എവിടെയെങ്കിലും യാത്ര ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ട്രൈ ടു അവോയ്ഡ് നൈറ്റ് ഡ്രൈവിംഗ് വിത്ത് ഫാമിലി. അതും ഓൺ ഹൈവേസ്, എസ്പെഷ്യലി ആഫ്റ്റർ 1 o'clock. വെരി ഡേഞ്ചറസ്. പിന്നെ യാത്ര ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ എവിടെയെങ്കിലും രാത്രി സ്റ്റേ ബാക്ക് ചെയ്ത് രാവിലെ മാത്രം യാത്ര പ്രൊസീഡ് ചെയ്യുക. ബിക്കോസ് ഇറ്റ് സേഫ് ആൻഡ് ഗുഡ്. താങ്ക് യു ഗൈസ്. കഴിഞ്ഞപ്പോ ഈ ലൈവ് ഇട്ടാ നന്നായി. ഇനി മലയാളികളാരും ഒന്നും യാത്ര ചെയ്യുന്നുള്ളൂ രാത്രി. ദേശം പോകും പക്ഷികൾ പോലെ നേരം നേരം പോകുന്നേ കാണാനെ വെള്ളിച്ചോലയിൽ മനമൊന്നാകിട്ടും. നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. സൈഡേക്കോ. ആ ജോബേ, എടാ ഇഷാൻ വന്നിട്ടില്ല. അവനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക ഞങ്ങള്. അവൻ വന്നിട്ട് ഒരുമിച്ച് വരാം. ആ ഓക്കെ ഓക്കെ. ഇവനത് എന്ത് സാധന നിന്ന നിപ്പില് കാണാണ്ടാവും. കുട്ടിച്ചാത്തനാ, കുട്ടിച്ചാത്തൻ. എപ്പോഴാ പ്രത്യക്ഷപ്പെടുകയെന്ന് പറയാൻ പറ്റില്ല. വീണ്ടും ഇതാരുടെ കൂടെ? ഇവനിത് എവിടുന്ന് ഈ പൊക്കി കൊണ്ടുവരുന്നേ? ഞാൻ ആ സിഗരറ്റ് അടയും അതിപ്പോ ജ്യൂസ് അടക്കാറോ വരല്ലേ വിട്ടോ. എല്ലാം ജ്യൂസ് ചെയ്യാം. ഹലോ ഹലോ. ബൈ. അതെ, നമ്മളിവിടെ വാ വിളിച്ചു നിന്നിട്ട് എന്തായാലും ഇപ്പൊ നേരെ വിട്ട കജറവലെത്താം. വിടാളിയാ ഖജുരാവിലേക്ക്. അയ്യ എന്താ ആക്രാന്തം. അപ്പൊ പോണ്ടേ? അതെ, നമുക്ക് ഇൻഡോർ വഴി ഗുജറാപ്പോ. അങ്ങനെയാണെങ്കിൽ ആ പച്ചനെ കണ്ടിട്ട് പതുക്കെ അങ്ങോട്ട് കൊള്ളാം. അതെ, അവൻ അച്ഛനെ കാണട്ടെ. നമുക്കങ്ങ് വിട്ടുപോവാം. അതെന്താ അച്ഛനെ കണ്ടിട്ട് ഖജുരാവ് പോയാ? അല്ലെങ്കിൽ അവരിനെ എടുക്കാൻ പോയ കുഴപ്പമുണ്ടോ? പിന്നെ അച്ഛനെ കാണാനാണല്ലോ ഇവിടം വരെ വന്നത്. അതെന്തിന് ഇത്ര കലിപ്പാണ്? പെൺകുട്ടിയുടെ ചോദ്യം ചെയ്യല്ലേ? കണ്ടിട്ട് പോടാ. വിശന്നിട്ട് വയ്യ, എന്തേലും കഴിക്കാം. ആ ബൈക്ക് ഇങ്ങോട്ട് കയറി അതെ, ജസ്റ്റ് മിസ്സാണ്. ഞാനേ അച്ഛനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഫോൺ വഴി കണ്ടിട്ട് പോവാലോ. കാണട്ടെ. ഗൗതം, എനിക്ക് പൊളിഞ്ഞു കയറണ്ടട്ടാ. ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോ തുടങ്ങിയതാണ് നിനക്ക് നിന്റെ അച്ഛനെ കാണുന്നുള്ള പരിപാടി. എന്റെ പൊന്നു ഗൗതം, നിന്നെയോ നിന്റെ അമ്മേനെയോ ഇന്ന് വരെ തിരിഞ്ഞു നോക്കാത്ത ഈ അച്ഛനെ നിനക്ക് എന്താ കാണാൻ തോന്നണേ? അറ്റ്ലീസ്റ്റ് നിങ്ങൾ ചത്തോന്നെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? അച്ഛനെ കണ്ടിട്ട് അത്രല്ലേ ഉള്ളു. അതെ,
നിനക്ക് ഇതിനെപ്പറ്റി പറഞ്ഞ ഒട്ടും മനസ്സിലാവില്ല, അത്രേ ഉള്ളൂ. അത് ശരി. അതെ, ഇപ്പൊ ഇവിടെ അടുത്തെങ്ങാനാണ് നീ പോയി കണ്ടിട്ട് പോവാ. അവൻ സംസാരിച്ച് നോക്കട്ടെ. അവനെ ഒറ്റയ്ക്ക് വിടണോ? നമുക്ക് പോയാലോ? ഇഷാരേ, ആ ഇവിടെ നിന്ന് 2-3 കിലോമീറ്റർ ഉള്ളൂ. ലൊക്കേഷൻ ഇപ്പൊ അയച്ചുതരാന്ന് പറഞ്ഞിട്ടുണ്ട്. പോയിട്ട് വേണമെങ്കിൽ ഒന്ന് കണ്ടിട്ട് വന്നാലോ? പോയിട്ട് വരാം. അതൊക്കെ റെഡിയാക്കാം. ആണോ? പോയിട്ട് വരാം അല്ലേ?